യുറേക്ക യുറേക്ക യുറേക്ക. നമ്മുടെ പ്രൊഫസർക്ക് എന്താണ് വട്ടായി പോയോ? വട്ട അങ്ങേർക്ക് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും വാ, നമുക്കൊന്ന് പോയി നോക്കാം. പ്രൊഫസർ, പ്രൊഫസർ ഒന്ന് നിൽക്കൂ. പ്രൊഫസർ എന്താ ഓടുന്നത്? ആരെങ്കിലും ഓടിച്ചതായിരിക്കൂടെ പക്രു. ഓടിക്കാനോ? എന്നെയോ? അതിനിത്തിരി പുളിക്കും. പിന്നെ ഓടിയത് എന്തിനാ പറയ്. വർഷങ്ങളായുള്ള എന്റെ പരീക്ഷണങ്ങൾ വിജയിച്ചടാ. ഞാനത് കണ്ടുപിടിച്ചു. എന്ത്? ആ അതൊക്കെ ഉണ്ടടാ. ഇനി ഈ ലോകത്തുള്ള എല്ലാ വിദ്യാർത്ഥികളും എന്റെ മുന്നിൽ ക്യൂ നിൽക്കും. ഓ, ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് പറ പ്രൊഫസർ. ഇനി ലോകത്തുള്ള സകല വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാം. അധ്യാപകരെ എല്ലാം പിരിച്ചുവിടാം. ആരും സ്കൂളിൽ പോണ്ട. ഇത് ശരിക്കും വട്ടായി പോയതാടാ. ശരിയാ, പാവത്തിന് ചങ്ങലക്കിടേണ്ടി വരും. ചങ്ങലക്കിട ഞാൻ എന്താ പട്ടിയോ? അതല്ല പ്രൊഫസറെ, വട്ടന്മാര് പോലും പറയാത്ത കാര്യങ്ങളാണല്ലോ പ്രൊഫസർ പറയുന്നത്. വട്ടന്മാര് പറയില്ല, അവർക്ക് വട്ടാണ്. പക്ഷേ ഞാൻ പറയും, കാരണം എനിക്ക് വട്ടില്ല. എന്താ വിശ്വാസമായില്ല അല്ലേ? ഇത് കണ്ടോ? ഇതെന്താ പ്രൊഫസർ? ഇതാണ് ഫുൾ A+ മേടിക്കാനുള്ള മെഡിസിൻ. ഫുൾ A+ഓ? അതെ, നിങ്ങളുടെ പുസ്തകങ്ങളെല്ലാം എടുത്ത് ഞാനൊരു രസായനം ഉണ്ടാക്കും. ആ രസായനത്തിൽ ഈ മെഡിസിൻ അല്പം ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്കെല്ലാം ഫുൾ A+. ഫുൾ A+. അപ്പൊ ക്ലാസ്സിൽ പോണ്ടേ? എന്തിന്? പഠിക്കാനല്ലേ ക്ലാസ്സിൽ പോകുന്നത്. എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാടാ പഠിക്കുന്നത്? പരീക്ഷ എഴുതാൻ മാത്രം പോയാ മതി. അല്ല, പഠിക്കാതെ ഫുൾ A+ കിട്ടുന്നതിൽ ആർക്കെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. എന്നാ എല്ലാവരും പോയി പുസ്തകങ്ങൾ എടുത്തിട്ട് വാ. ഞാൻ തമ്പുരാൻ മലയിൽ കാണും. തമ്പുരാൻ മലയിലോ? എല്ലാം പരമ രഹസ്യമായിരിക്കണം. അതുകൊണ്ട് നമുക്ക് മനുഷ്യ കുഞ്ഞു പോലും കടന്നു വരാത്ത തമ്പുരാൻ മലയിൽ വെച്ച് രസായനം ഉണ്ടാക്കാം. എന്താ? അത് ശരിയാ. എന്നാ നിങ്ങൾ പോയിട്ട് വാ. ശരി പ്രൊഫസർ. ഇന്നു ഞായറാഴ്ചയായിട്ട് ഇവന്മാരെ എങ്ങോട്ടാ ജോളി പോകുന്നത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. വെറുതെയല്ല അവര് പള്ളിയിൽ വരാതിരിക്കുന്നത്. എന്റെ സംശയം അതല്ല. പുസ്തകമെന്ന് കേട്ടാൽ തന്നെ അലർജിയാ. എന്നിട്ടും ബാഗ് ചുമന്നു പോകുന്ന കണ്ടില്ലേ? ഇതിലെന്തോ കള്ളത്തരമുണ്ട്. നമുക്കത് കണ്ടുപിടിക്കണം. വേണം വേണം. കുർബാനയും സൺഡേ ക്ലാസ് മുടക്കിയുള്ള ഈ പോക്ക് എവിടേക്കാണെന്ന് അറിയണല്ലോ. വാ നോക്കാം. വന്യമൃഗങ്ങളുള്ള കാടാ, സൂക്ഷിക്കണം. കണക്കുമാഷിന്റെ ലാത്തി ചാർജ്, ഹിന്ദി ടീച്ചറുടെ റൂൾ പെൻസിൽ കൊണ്ടുള്ള പിച്ച്, അതിനേക്കാൾ വലുതാണോ പക്രു വന്യമൃഗങ്ങൾ? ദീദി പറഞ്ഞത് ശരിയാ. പഠിക്കാതെ ഫുൾ A+ കിട്ടുമെന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? നമ്മൾക്ക് ഫുൾ A+ കിട്ടിയാൽ അതൊരു സംഭവമായിരിക്കും. ഇനി പ്രൊഫസർ എങ്ങാനും പറ്റിക്കൂടാ? ഹേയ്, ആ മരുന്ന് ഫലിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് മൊത്തം പ്രൊഫസർക്കല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ, മാഡം ക്യൂറി എന്നൊക്കെ പറയും പോലെ പ്രൊഫസർ PK സിജു. അപ്പോൾ ആ പ്രൊഫസറാണ് ഇതിന് പിന്നിൽ. അതാണ് ഞാനും ആലോചിക്കുന്നത്. അവരെന്തെങ്കിലും അബദ്ധം കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് സെറാഫിനെ വിളിച്ചാലോ? വിളിക്കാൻ ജോബി, അതാ നല്ലത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. കൂട്ടുകാരെന്താ വിളിച്ചത്? പ്രീതിയും പക്രുവും സഞ്ജുവും റിച്ചുവും കാടിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. സ്കൂൾ ബാഗുകളും കൊണ്ടാ പോയിരിക്കുന്നത്. ആ പ്രൊഫസർ എന്തോ സൂത്രപ്പണി ഒപ്പിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്തിനാ സെറാഫിൻ അവര് പോയത്? നിങ്ങൾ പേടിക്കേണ്ട, അവരെന്തു വേണമെങ്കിലും ചെയ്യട്ടെ. സെറാഫിൻ എന്താ അങ്ങനെ പറഞ്ഞത്? മടിയന്മാരായ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നേ. ഹോ, ഞങ്ങളെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ. മനുഷ്യർ തെറ്റുകളിലേക്ക് വഴുതി വീഴുന്നതിനു മുൻപ് അവരുടെ ഹൃദയത്തിലിരുന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നവരാണ് മാലാഖമാർ. പക്ഷേ ചില കാര്യങ്ങൾ അവർ സ്വന്തം അനുഭവത്തിലൂടെ തിരിച്ചറിയണം. നിങ്ങളുടെ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിന്റെ വില എന്താണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ തടയാൻ പാടില്ല. ഷോ, അപ്പോൾ സെറാഫിനെ വിളിച്ചത് വെറുതെ ആയോ? ഏയ്, എന്നെ വിളിച്ചതുകൊണ്ടല്ലേ നിങ്ങൾ അവരെ തടയാതിരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് ഈ തമ്പുരാൻ മലയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാട്ടുപഴങ്ങൾ തിന്ന് കാട്ടാറിൽ നിന്ന് വെള്ളവും കുടിച്ച് ഇന്നത്തെ ദിവസം ഉല്ലാസപ്രദമാക്കാം. എന്താ? ഹായ്, ഞങ്ങൾ ഞങ്ങൾ റെഡി. റെഡി. എന്നാവാ? പ്രൊഫസറെ കാണുന്നില്ലല്ലോ. വല്ല സിംഹത്തിന്റെ മുമ്പിൽ ചെന്ന് പെടാതിരുന്നാ മതിയായിരുന്നു. സിംഹത്തിന്റെ മുമ്പിൽ ചെന്ന് വെട്ടാൽ സാരമില്ല. അതെന്താ, സിംഹം കുട്ടികളെ തിന്നില്ലേ? അതല്ലടാ, സിംഹം കൊല്ലാതെ തിന്നൂല. കാട്ടുപന്നികളാണെങ്കിൽ കൊല്ലാതെ കടിച്ചു മുറിച്ചു തിന്നും. ആ, അങ്ങനെയാണെങ്കിൽ ആനക്കൊണ്ട മതി. അതാവുമ്പോ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോളും, വേദന എടുക്കേയില്ല. മതി, നിർത്ത്. ഈ സംസാരം നിർത്തിയില്ലെങ്കിൽ ആരും കൊടുക്കേണ്ട കാര്യമില്ല. പേടിച്ച് വിറച്ച് ചത്തേനെ. എടാ, ദേ പ്രൊഫസർ. എവിടെ? പ്രൊഫസർ, പ്രൊഫസർ. ആ, വരണം വരണം, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. പ്രൊഫസർ ഭയങ്കര ധൈര്യശാലിയാണല്ലോ. നീ എന്താടാ പക്രു അങ്ങനെ പറഞ്ഞത്? അല്ല, വന്യമൃഗങ്ങളുള്ള കാടിനുള്ളിൽ കൂളായി കിടന്നുറങ്ങുന്നു. പ്രൊഫസറേക്കാൾ വലിയ വന്യമൃഗം ഉണ്ടോടാ പൊട്ടാ? റിച്ചു, നീ എന്നെ കൊച്ചാക്കാൻ നോക്കണ്ട. ആ, അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മതി മതി, എല്ലാ പുസ്തകങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. യെസ് സർ. ഏതെങ്കിലും വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന് പാസ് മാർക്ക് പോലും കിട്ടില്ല, പറഞ്ഞേക്കാം. യെസ് സാർ. എന്നാ പുസ്തകങ്ങളെല്ലാം ഇതിലേക്കിട്ടോ. യെസ് സർ. ഈ കാര്യങ്ങളൊന്നും ആരും പുറത്തു പറയരുത്. നാളെ നിങ്ങൾ പുസ്തകങ്ങളില്ലാതെ കയ്യും വീശി സ്കൂളിലേക്ക് ചെല്ലുന്നു. ക്ലാസ് ടീച്ചർ കലി തുള്ളുന്നു. പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നു. പ്രിൻസിപ്പൽ നിങ്ങളെ വിളിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തു പറയും? ഞങ്ങൾക്ക് പുസ്തകത്തിന്റെ ആവശ്യമില്ലെന്ന് പറയും. പ്രിൻസിപ്പൽ അത് കേട്ട് ചൂടായാലോ? സാറിന് വിശ്വാസമായില്ലെങ്കിൽ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചോളാൻ പറയും. വെരി ഗുഡ്. രസായനത്തിന്റെ മണം മൂക്കിൽ അടിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ ബോധം തെളിഞ്ഞു തുടങ്ങി. പ്രൊഫസർ, എനിക്കൊരു സംശയം. എന്താടാ പക്രു? ഞങ്ങളെല്ലാരും പിടിച്ച് ടീച്ചേഴ്സ് ആക്കുവോ? ബാലവേല നിരോധിച്ചത് കൊണ്ട് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പ്രൊഫസറെ, പുസ്തകങ്ങള് വെന്തു. ശരിയാ, ഇനി നമുക്ക് മെഡിസിൻ ഒഴിവാക്കാം. ഇനി എല്ലാവരും ഇരിക്കെ, ഞാൻ വിളമ്പിത്തരാം.
ബജിയുടെ നല്ല മണം. ബജിയോ? ഓ, ബജി അല്ലടി, ബുജി, ബുദ്ധിജീവി. എനിക്കാദ്യം താ. കൊതിയൻ. അയ്യോ, പുലി ഓടിക്കോടാ. എടാ മണ്ട, അതൊരു പുലിയല്ല, ഒരു കഴുതയാ. കഴുതയോ? ഇത് കണ്ടോ പ്രൊഫസറെ? ഈ കഴുത നമ്മുടെ രസായനം മുഴുവൻ തിന്നു തീർത്തു. പിടിക്കടാ അവനെ. കണ്ടോ കണ്ടോ, അറിവിന്റെ ഭാരം കാരണം അവന്റെ തല നേരെ നിൽക്കുന്നില്ല. ശരിയാണല്ലോ, ലോകത്തിൽ ഏറ്റവും അറിവുള്ള ജീവി കഴുതയാവോ? നിങ്ങളും കഴുതയും എനിക്ക് ഒരുപോലെയാ. എനിക്ക് എന്റെ പരീക്ഷണം വിജയിച്ചാ മതി. ഒറ്റ കുത്ത് ഞാൻ വെച്ച് തരും വഞ്ചക. ഡോണ്ട് വറി, പരീക്ഷണം വിജയിച്ചാൽ നമുക്ക് വേറെ രസായനം ഉണ്ടാക്കാം. അതു മതി. പ്രൊഫസർ കഴുതയോടൊന്ന് സംസാരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാ? മാത്തമാറ്റിക്സ്. എന്നാ മാത്തമാറ്റിക്സ് തന്നെ ആയിക്കോട്ടെ. കേട്ട് പഠിച്ചോ. വാട്ട് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? എന്തോട്ടെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. മലയാളം പറയടാ മര്യാദക്ക്. നിനക്കൊന്നും തോന്നുന്നില്ലേ? ടോയ്ലറ്റ് പോകാൻ തോന്നുന്നുണ്ട്. അതല്ല, ഒരു മാറ്റം. വൻകുടലും ചെറുകുടലും എല്ലാം കുഴഞ്ഞു മറിയുന്നു. ആ പുസ്തക സൂപ്പ് കഴിച്ചിട്ടാ. വേറെ ഒന്നും തോന്നുന്നില്ലേ? നിന്നെ കൊല്ലാൻ തോന്നുന്നുണ്ട്, വയറ് കേടാക്കി. ഞങ്ങളുടെ പുസ്തകങ്ങൾ താടാ കഴുതേ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്. നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കണം മണ്ടം പ്രൊഫസറെ. അയ്യോ, പുസ്തകങ്ങളില്ലാതെ വീട്ടിൽ ചെന്നാൽ പപ്പ എന്നെ നിർത്തിപ്പൊരിക്കും. ആ അരവട്ടം പ്രൊഫസറെ നമ്മൾ വിശ്വസിച്ചതാ പ്രശ്നമായി പോയത്. നീ എന്തിനാടാ വെറുതെ അങ്ങേരെ കുറ്റം പറയുന്നത്? തെറ്റുകാരി നമ്മൾ തന്നെയാ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ദേ ഒരു ജംബോ ജെറ്റ് വരുന്നു. അത് ജംബോ ജെറ്റ് അല്ല, ഏതോ ഒരു പക്ഷിയാ. ഓ, അത് സെറാഫിന. ഈശ്വര, ഇനി ആ ജോബിന്റെയും ജോളിന്റെയും കുത്തുവാക്ക് കേൾക്കണം. എന്താ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത്? അത് കഴുത പണി പറ്റിച്ചു അല്ലേ? അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? സെറാഫിനുള്ളപ്പോൾ ഞങ്ങളുടെ കണ്ണ് വെട്ടിക്കാൻ ആർക്കും കഴിയില്ല. ജോബി, ജോളി, ഇതാരോടും പറയരുത്. എല്ലാവരും ഞങ്ങളെ കളിയാക്കി കൊല്ലും. നിങ്ങൾ പേടിക്കേണ്ട, ഈ വിഷയം നമ്മളല്ലാതെ വേറെ ആരും അറിയില്ല. ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അറിവിന്റെ ജാലകത്തിലൂടെ നിങ്ങളുടെ ഭാവിയുടെ അനന്തമായ സാധ്യതകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മാർഗദർശിയാണ് വിദ്യാഭ്യാസം. അത് നേടാൻ എളുപ്പവഴികളില്ല. അർപ്പണബോധത്തോടെ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് മനസ്സിലായി സെറാഫിൻ. ഇനി ഞങ്ങൾ മടിയന്മാരാവാതെ നന്നായി പഠിച്ചോളാം. എല്ലാവരെ കൊണ്ടും നല്ല കുട്ടികളാണെന്ന് പറയിപ്പിച്ചോളാം. പക്ഷേ പുസ്തകങ്ങളില്ലാതെ ഞങ്ങൾ എങ്ങനെയാ സ്കൂളിൽ പോകുന്നത്? ഈ സെറാഫിനുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഹായ്, താങ്ക് യു സെറാഫിൻ. ഇനി എല്ലാവരും സന്തോഷത്തോടെ പോകുവിൻ, പഠിച്ചു മുന്നേറുവിൻ.